ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 7ാം ക്ലാസ്സിലെ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വന്ന ചോദ്യപേപ്പറാണ്. പൊതുപരീക്ഷയിൽ നമുക്ക് ഉള്ളത് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന പാഠങ്ങൾക്ക് ശേഷമുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അത് 9 പാഠങ്ങൾ അല്ലേ, 8 പാഠങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 9 പാഠങ്ങൾ മുതൽ 15 പാഠങ്ങൾ വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് വന്നത് ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ളതാണ്. ഇത് നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങാവുന്ന ഒരു ചോദ്യമാണ്. ഒന്നും തെറ്റുകൂടാതെ നമ്മൾ ചെയ്ത് കൊടുക്കണം. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. ഓരോ ചോദ്യങ്ങൾ നമുക്ക് വായിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അബ്ബാസി ഭരണകാലത്ത് തലസ്ഥാനം. അബ്ബാസി ഭരണകാലത്ത് ഏതായിരുന്നു തലസ്ഥാനം എന്നുള്ളതാണ്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബഗ്ദാദ് ഉണ്ട്, മദീനയുണ്ട്, സ്പെയിൻ ഉണ്ട്. അപ്പം മദീന ഖുലഫാഉ റാഷിദുടെ കാലത്തുള്ളതായിരുന്നു. സ്പെയിൻ നമ്മളിപ്പോൾ ഒരു തലസ്ഥാനമായിട്ടൊന്നും കൂടി കേട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ശരിയായ ഉത്തരം ബഗ്ദാദ് എന്നുള്ളതാണ്. അപ്പോൾ ബഗ്ദാദിന് നേരെ നമ്മൾ ശരി അടയാളപ്പെടുത്തി കൊടുക്കണം. അതിൽ രണ്ടാമത്തെ ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധം പരാജയപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആരാണ്? 3 ഓപ്ഷൻ ഉണ്ട്. റോം, അതുപോലെ ബ്രിട്ടീഷുകാരുണ്ട്, തുർക്കിയുണ്ട്. 3 ഓപ്ഷൻ ഉണ്ട്. ബ്രിട്ടീഷുകാരൊന്നും ഇവിടെ പരാജയപ്പെട്ടത് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ റോം ഉണ്ട്, അതുപോലെ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്തുള്ള സംഭവമല്ല റോമൊന്നും അല്ലേ. പിന്നുള്ളത് തുർക്കിയാണ്. തുർക്കിയിലാണ് അല്ലേ മുസ്ലിങ്ങൾക്ക് ഉസ്മാനി ഭരണകാലത്തിൻ്റെ അവിടെ പറയുന്നുണ്ടല്ലേ, തുർക്കിയിൽ എന്ത് ചെയ്തു, മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു അല്ലേ. പിന്നെ മൂന്നാമത്തെ ചോദ്യം ഉള്ളത്, ആമുൽ ജമാ ഐക്യവർഷം എന്നറിയപ്പെടുന്നു എന്ന് ഏത് വർഷത്തെക്കുറിച്ചാണ്? ഹിജറ 51 കൊടുത്തിട്ടുണ്ട്, ഹിജറ 71 കൊടുത്തിട്ടുണ്ട്, ഹിജറ 41 കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരി? ഹിജറ 41 അല്ലേ. അബ്ബാസ് ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു അധികാരമേൽക്കുന്നതിന് മുമ്പ് 5ാം ഖലീഫയായിട്ട് സഹാബികൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു അനൈക്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു, അത് മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തുല്ലേ. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ആ സംഭവത്തിൻ്റെ അവിടെ പറയുന്നുണ്ട്, അങ്ങനെ എന്ത് ചെയ്തു, ഒരു അനൈക്യം ഒഴിവായി, പ്രശ്നം ഒഴിവായി. അതുകൊണ്ട് തന്നെ ആ വർഷത്തിന് എന്ത് ചെയ്തു, ആമുൽ ജമാ ഐക്യവർഷം എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അത് ഹിജറ 41 കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം വരുന്നത്, ഖിലാഫത്ത് എന്ന പൊതു നേതൃത്വം അവസാനിച്ചത് എന്നാണെന്നുള്ളതാണ്. അത് നമ്മൾ ഇതിൽ കൊടുത്ത ഓപ്ഷനുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നമ്മൾക്ക് ചോദ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ചോദ്യങ്ങളല്ലല്ലോ, വേറെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിലുള്ള ഓപ്ഷൻസ് മുഴുവൻ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളത് നമ്മുടെ പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇവിടെ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വർഷമാണ്. 1924 ഉണ്ട്, അതുപോലെ 1921 ഉണ്ട്. ഈ 1921 എന്നുള്ളത് മലബാർ സമരത്തിൻ്റെ വർഷമാണ്. 1947 എന്നുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വർഷമാണ്. ഖിലാഫത്ത് എന്ന പൊതു നേതൃത്വം മുസ്ലിങ്ങൾക്ക് അവസാനിച്ചത് അത് 1924 കേട്ടോ. നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവമാണല്ലേ മുസ്ലിങ്ങൾക്ക് പൊതു നേതൃത്വം അവസാനിക്കുക എന്നുള്ളത്. അത് സംഭവിച്ചത് 1924 കേട്ടോ. 1914 മുതലാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയതില്ലേ. അത് 1919 ആ സമയങ്ങളിലാണ് തീർന്നത്. പിന്നെ അതിൻ്റെ അലോലികളൊക്കെ നടന്നത് സംഭവിച്ചതിന് ശേഷം പിന്നെ 1924 മുസ്ലിങ്ങൾക്ക് പൊതു നേതൃത്വം അവസാനിക്കണം കേട്ടോ. പിന്നെ അതിലെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം ഏതായിരുന്നു? അവിടെ മുഗൾ അറക്കൽ അലി രാജ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടിപ്പു സുൽത്താൻ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മുഗൾ എന്നും കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നു? മുഗളൊക്കെ അവസാനത്തിൽ വന്നതാണല്ലേ. ടിപ്പു സുൽത്താനും അല്ല, എന്താണ്, അറക്കൽ അലി രാജയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം കേട്ടോ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ഉള്ളത്, മുസ്ലിങ്ങൾ വലിയ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം. അപ്പം അത് അവസാനത്തെ പാഠത്തിൽ പറഞ്ഞതാണ്. ഇവിടെ സോമാലിയ കൊടുത്തിട്ടുണ്ട്, ഫലസ്തീൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ തുർക്കി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി എന്നുള്ളത് നമുക്കറിയാമല്ലേ, നമ്മൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫലസ്തീനിൽ ഇപ്പോഴും മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി ഉത്തരം ഫലസ്തീനാണ് കേട്ടോ. സോമാലിയ അല്ല, തുർക്കിയുമല്ല കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ
ചേരുംപടി ചേർക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് എന്തായാലും ഉത്തരം അവിടെ ഉണ്ട്. ഏതാണ് ഉത്തരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ആ മാർക്ക് കിട്ടേണ്ട മാർക്കാണ്. നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കൊടുക്കുക. നമുക്ക് ഒരുപാട് ഉപകാരമുള്ള വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമുക്ക് വന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം ഉള്ളത് ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. ചേരുംപടി ചേർക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യം അവിടെ ഉണ്ട്, ഉത്തരം അവിടെ ഉണ്ട്. നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒന്നാമത്തെ ഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും അങ്ങോട്ട് വായിച്ച് വെക്കുക. ഈ ഒരു ഭാഗത്തുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും വായിച്ചിട്ട് എന്താണ് ആ സംഭവം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒന്നാമത്തത് വായിച്ചാൽ എന്താണ്, ഒന്നാം ഉമവി ഖലീഫ. ആരായിരുന്നു ഒന്നാം ഉമവി ഖലീഫ? അത് നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മൾ ഈ ഒരു ഭാഗം, ഈ രണ്ടാമത്തെ ഭാഗം നോക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സംഭവം ഉത്തരം നമ്മൾ നോക്കണം. ആരായിരുന്നു ഒന്നാം ഖലീഫ? മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു. ആദ്യത്തെ അബ്ബാസി ഖലീഫ ആരായിരുന്നു? അബുൽ അബ്ബാസ് അസ്സഫാഹ് ആയിരുന്നു അല്ലേ? അതൊക്കെ നമ്മൾ ആ അങ്ങേ ഭാഗം നോക്കാതെ തന്നെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അൽ മുവത്ത എന്ന ഗ്രന്ഥം രചിച്ചതാരാ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ മുഹല്ലിഫ് ആരാന്ന് പറഞ്ഞാൽ എഴുതിയ ആരാണ് തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയത് എന്നുള്ളതാണ് ചോദ്യം. അത് ആരായിരുന്നു? അഹ്മദ് ബിൻ ഹജറുൽ ഹൈത്തമി ആയിരുന്നു. പിന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി ആരായിരുന്നു? അപ്പോൾ അതിപ്പം ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തിയാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ വേറെ ആരെങ്കിലും ആവാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് കിട്ടാതെ വന്നേക്കാം. എന്നാലും നമ്മളതവിടെ ജസ്റ്റ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഉത്തരം ഓട്ടോമാറ്റിക് ലഭിക്കും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ആദ്യം തന്നെ ഇന്ത്യൻ മുസ്ലിം നമുക്ക് അറിയില്ല, നമ്മൾ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചു, പിന്നെ അതിങ്ങനെ വെട്ടിയിട്ടിട്ട് പിന്നെ ഇവിടെ ഒരു ബി ആക്കിയത്, അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ശൈലി നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ മുഴുവൻ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി തുടങ്ങാൻ. ABCയുടെ ഒക്കെ എഴുതി തുടങ്ങാൻ എന്ത് ചെയ്യണം, ആദ്യം ഈ കാര്യങ്ങൾ ഫുള്ളും മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ എഴുതി പിന്നെ അത് വെട്ടി, അതൊക്കെ ഒരു വൃത്തികേടാവും. അങ്ങനെ വൃത്തികേട് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഇവനങ്ങനെ വേറൊന്നൊക്കെ കിട്ടി കോപ്പി അടിച്ച് എഴുതിയതാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അങ്ങനെ കോപ്പി അടിച്ച് എഴുതാൻ പാടില്ല, അതൊക്കെ ഒരു തെറ്റാണ്. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ എഴുതിയാണെങ്കിൽ പോലും അത് എന്ത് ചെയ്യരുത്, ഉത്തരക്കടലാസ് നോക്കാനും അങ്ങനെ മനസ്സിലാവരുത്. അപ്പോൾ ഏതായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാം ഖലീഫ ആരായിരുന്നു? മുആവിയ. ഒന്നാം ഉമവി ഖലീഫ ആരായിരുന്നു? അത് സി ആണ്, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. അപ്പോൾ അല്ല വൃത്തിയിൽ സി എന്ന് എഴുതി കൊടുക്കുക. ഇത് കമ്പ്യൂട്ടറിൽ എഴുതുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ പേനോണ്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വൃത്തിയിൽ എഴുതി കൊടുക്കട്ടോ, സി. രണ്ടാമത്തത് ആദ്യത്തെ അബ്ബാസി ഖലീഫ ആരായിരുന്നു? ആരാണ് ആദ്യത്തെ അബ്ബാസി ഖലീഫ? നമ്മൾ പഠിച്ചത് ഇതാണ്, അബുൽ അബ്ബാസ് അസ്സഫാഹ് ആണ്. അപ്പോൾ ഡി എന്ന് എഴുതി കൊടുക്കുന്നു. പിന്നെ അൽ മുവത്ത എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. എ എന്ന് എഴുതി കൊടുക്കുന്നു. തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ മുഅല്ലിഫ് ആരാണ്? നമ്മളിവിടെ പറഞ്ഞു അഹ്മദ് ബിൻ ഹജറുൽ ഹൈത്തമി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇ എന്ന് എഴുതി കൊടുക്കുന്നു. പിന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയത് ആരാണ്? ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തിയാണ്. ബി എന്ന് എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളിത് ചേരുമ്പോൾ ചേർക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതാൻ തെറ്റ് വരുത്തരുത്. ഇതൊക്കെ നമുക്ക് എന്തായാലും ഉറപ്പുള്ള മാർക്കുകളാണ്. അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക കേട്ടോ. അടുത്തതായിട്ട് ചോദ്യം വരുന്നത് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യമാണ്. പാഠഭാഗത്തുള്ള ചില പാരഗ്രാഫോ അല്ലെങ്കിൽ വാക്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ വിട്ട ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. ലോകത്ത് ഡാഷ് അറബി രാഷ്ട്രങ്ങളുണ്ട്. എത്ര രാഷ്ട്രങ്ങൾ നമ്മൾ പഠിച്ചത്? ലോകത്ത് എത്ര അറബി രാഷ്ട്രങ്ങളുണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ മുസ്ലിങ്ങളുടെ ഒരു പാഠം പഠിച്ചില്ലേ, ലോക മുസ്ലിങ്ങളെ കുറിച്ചുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചെടുത്ത് ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട് കേട്ടോ. അതിലെ രണ്ടാമത്തെ ചോദ്യം, ഉമവി ഭരണകാലത്ത് ഡാഷ് ഖലീഫമാർ ഭരണം നടത്തി. എത്രയായിരുന്നു? ഉമവി കാലത്ത് 14 ആളുകളാണ് ഭരണം നടത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ മൂന്നാമത്തെ ചോദ്യം, 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഡാഷ് ഭരണകാലത്താണ്. ഏത് ഭരണകാലത്താണ് മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത്? നമുക്ക് ഉമവി ഭരണമുണ്ട്, അബ്ബാസി ഭരണമുണ്ട്, അതുപോലെ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണമുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭരണമുണ്ട്,
ഉസ്മാനി ഭരണമുണ്ട്. ഇതിൽ ഏതായിരുന്നു ശരി ഉത്തരം? അബ്ബാസി എന്നുണ്ട്. അബ്ബാസി ഭരണകാലത്താണ് എന്ത് ചെയ്തത്, നമ്മുടെ മദ്ഹബുകളൊക്കെ ക്രോഡീകരിക്കപ്പെട്ടത്. നാലാമത്തെ ചോദ്യം, ഉസ്മാനി ഖിലാഫത്ത് ഡാഷ് സുൽത്താൻമാർ ഭരണം നടത്തി. എത്രയായിരുന്നു? നേരത്തെ ഉമവി ഖലീഫയിൽ 14 പറഞ്ഞു. ഉസ്മാനിയിൽ എത്രയായിരുന്നു? 37 സുൽത്താൻമാരാണ് ഭരണം നടത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉസ്മാനി ഖിലാഫത്തിലേക്ക് വരുന്ന സമയത്ത് സുൽത്താൻമാർ എന്നാണ് പറയുന്നത്. ഉമവി ഖലീഫ, അബ്ബാസി ഖലീഫ, അവിടെയൊക്കെ ഖലീഫമാർ എന്നാണ് പറയുന്നത്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഉസ്മാനി ഖലീഫിൻ്റെ അടുത്ത് എത്തുമ്പം സുൽത്താൻമാർ എന്നാവും കേട്ടോ. പിന്നെ അഞ്ചാമത്തെ ചോദ്യമുള്ളത്, ടിപ്പു സുൽത്താൻ്റെ പിതാവിൻ്റെ പേരെന്തായിരുന്നു? നമ്മളാ പാഠത്തിൽ പറയുന്നുണ്ട് ഹൈദർ അലി എന്നായിരുന്നു അല്ലേ? ഹൈദർ അലി. അതൊക്കെ നിങ്ങൾ അറബിയിൽ എഴുതി പഠിക്കണം കേട്ടോ. അറബിയിൽ എഴുതിയിട്ടാണ് പഠിക്കേണ്ടത്. അറബിയിലും അറബി മലയാളത്തിലുമാണ് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുക കേട്ടോ. പിന്നെ അതിൽ ആറാമത്തെ ചോദ്യമുള്ളത്, മലബാർ സമരം നടന്ന വർഷം ഏതാണ്? നമ്മൾ ആദ്യത്തെ പേജിൽ നമ്മൾ പറഞ്ഞു അല്ലേ, 1921 മലബാർ സമരം നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പാഠത്തിൽ വരുന്ന വർഷങ്ങൾ, തീയതികൾ, എണ്ണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഒരുപാട് വരും. ചേരുംപടി ചേർക്കാനുള്ളടത്ത്, പൂരിപ്പിക്കാനുള്ളടത്ത്, ബ്രാക്കറ്റിലുള്ളടത്തൊക്കെ ഇങ്ങനത്തെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതെന്ത് എണ്ണങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ പാഠത്തിൽ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യമുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒറ്റ വാക്ക് മതിയാവും, നമ്മൾ വലിയ നീട്ടിപ്പരത്തി എഴുതേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഉള്ളത്? ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? ഇന്ത്യൻ ജനസംഖ്യ ഒരുപാടുണ്ടല്ലേ, 140 കോടിയൊക്കെ കഴിഞ്ഞു അല്ലേ? അതിൽ എത്ര ശതമാനം മുസ്ലിങ്ങളാണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എത്രയായിരുന്നു? 20% മുസ്ലിങ്ങളാണുള്ളത് കേട്ടോ. രണ്ടാമത്തതുള്ളത്, ഉമവി മസ്ജിദിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉമവി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉമവിയ ഭരണകാലത്ത് നേട്ടങ്ങൾ പറയുന്ന സ്ഥലത്ത് അവസാനമായിട്ട് പറയുന്നുണ്ടല്ലേ, ഉമവി മസ്ജിദ് എവിടെയുള്ളത് എന്നുള്ളത് എവിടെയായിരുന്നു? ഡമസ്കസിലാണ് ഉമവി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന അബ്ബാസി ഭരണകാലത്തെ വൈജ്ഞാനിക നേട്ടങ്ങൾ പറയുന്ന സ്ഥലത്ത് ഒരുപാട് കിതാബുകൾ രചിച്ച ആളുകൾ, ആ കിതാബിൻ്റെ പേരുകൾ, അത് ഏത് വിഷയത്തിലാണ് ആ കിതാബുകൾ രചിക്കപ്പെട്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബോക്സിൽ പറഞ്ഞതാണ്. ആ ബോക്സ് നമ്മൾ നല്ല നിലക്ക് പഠിച്ചു വെക്കണം. ഇബ്നു സീന ആണ് ഇതിൻ്റെ ശരി ഉത്തരം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ് അതിൽ നിന്ന് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ബോക്സ് നമ്മൾ മുഴുവൻ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നാലാമത്തത്, ഇന്ത്യയിൽ മുസ്ലിം ഭരണം എത്ര കൊല്ലം നീണ്ടു നിന്നു? ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. അവരെ മൊത്തം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 856 കൊല്ലം കേട്ടോ. 856 കൊല്ലം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഈ വർഷങ്ങളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും, അത് വരാതെ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ അതിൽ അഞ്ചാമത്തെ ചോദ്യമുള്ളത്, കിതാബുൽ ഉമ്മ് രചിച്ചത് ആരാണ്? കിതാബുൽ ഉമ്മ് എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട കിതാബാണ്? അത് രചിച്ചത് ആരാണ്? ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാം കേട്ടോ. ഇത് ഷാഫി ഇമാമാണ് രചിച്ചതല്ലേ, ഷാഫി ഇമാം കേട്ടോ. അപ്പം ഈ രൂപത്തിൽ ഇതിൽ ആ പെട്ടിക്കോളത്തിൽ ചുരുങ്ങിയത് നമ്മൾ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ, 1, 2, 3, 4 മദ്ഹബുകളാണുള്ളത്. ഈ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ എഴുതിയ കിതാബിൻ്റെ പേരുകളെങ്കിലും നമ്മൾ ശരിക്കും കാണാതെ പഠിച്ചിട്ട് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്, ഫിഖ് ആണോ, ഉസൂലുൽ ഫിഖ് ആണോ, ഹദീസ് ആണോ, തഫ്സീർ ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണ്ടോ. ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് ചിലപ്പോൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇനി ആറാമത്തെ ചോദ്യമുള്ളത്, അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ സ്ഥാപിച്ചതാരാണ്? ആരായിരുന്നു അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ സ്ഥാപിച്ചത്? നമ്മൾ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആ പാഠം ലക്കൽ ബിഷാറ എന്നുള്ള പാഠത്തിൽ തുടക്കത്തിൽ തന്നെ ചെറിയൊരു സംഭവം പറയുന്നുണ്ട് അല്ലേ. ഒരാൾ സ്വപ്നം കാണുന്നു, അത് വേറെ ആളോട് പറയുന്നു അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആരായിരുന്നു? ഉസ്മാനുൽ ഖാസി അല്ലേ, ഉസ്മാനുൽ ഖാസി. അപ്പം ഈ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ ആരോടാണ് ഈ സ്വപ്നം പറഞ്ഞിരുന്നത്? ഷെയ്ഖ് കർമാനിനോടാണ് പറഞ്ഞതല്ലേ. എന്നിട്ട് ഷെയ്ഖ് കർമാനി എന്താണ് സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുത്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് എന്താണ് നമുക്ക് ചോദ്യം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇപ്പോൾ അറിയില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യമുള്ളത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഉത്തരം കുറച്ച് വലുപ്പം വേണം, ഒറ്റ വാക്ക് പോരാ, രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് വേണ്ടത്.
ഒന്നാമത്തെ ചോദ്യം, ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ 4 എഴുതാനാണ്. നമ്മൾ അവസാനത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ്. ലോക മുസ്ലിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് പല രാജ്യങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നേരിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചത്. എന്താണ് നമുക്ക് നോക്കാം. ഒന്ന്, വിവേചനം, സാംസ്കാരിക അധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാസം, വർഗീയത. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണുള്ളത്. അതിലിപ്പോൾ നമ്മളോട് ചോദിച്ചത് 4 എഴുതാനാണ്. അപ്പോൾ നമ്മൾ 4 എഴുതി കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക. മുഴുവൻ ചോദിച്ചാൽ എഴുതാൻ പറ്റിയ രൂപത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് ആ പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ് അത്തരം പ്രശ്നങ്ങൾക്ക് ഇനി പരിഹാരം എന്താണെന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവുമാണ് ഇവയെ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗം എന്താണെന്നുള്ള രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതാണ് എഴുതേണ്ടത്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യമുള്ളത്, മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ 4 ആളുകളുടെ പേര് ഏതാണ്? മലബാർ സമരം എന്നാൽ നടന്നിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നായിരുന്നു മലബാർ സമരം നടന്നത്? 1921 അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആലി മുസ്ലിയാർ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങൾ, പാണക്കാട് ഹുസൈൻ തങ്ങൾ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഉണ്ണി മൂസ. അങ്ങനെ കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ട്. നമുക്കിവിടെ 4 ആളുകളെ പേര് എഴുതാനുള്ളത്. നമ്മുടെ ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 4 ആളുകളുടെ പേര് നിർബന്ധമായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എത്ര ആളുകളുടെ പേരാണോ നമ്മൾ എണ്ണിയത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 4 ആളുകളുടെ പേര് എഴുതണം എന്ന് പറഞ്ഞാൽ 4 ആളുകളുടെ പേര് എഴുതി കൊടുക്കണം. അടുത്ത ചോദ്യമുള്ളത്, മുസ്ലിങ്ങൾ അറബി മലയാളം ലിപി നടപ്പിലാക്കി എപ്പോൾ, എന്തിന്? എപ്പോഴാണ് മുസ്ലിങ്ങൾ അറബി ഭാഷയ്ക്ക് ലിപി നടപ്പിലാക്കിയത്? മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിതമായ ലിപി ഇല്ലാത്ത കാലത്ത്. അപ്പോൾ എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരതാണ് മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപി ഇല്ലാത്ത കാലത്താണ് എന്ത് ചെയ്തത്? മുസ്ലിങ്ങൾ അറബി മലയാളം എന്ന ലിപി നടപ്പാക്കിയത്. പിന്നെ എന്തിനു വേണ്ടിയാണ് നടപ്പിലാക്കിയത്? മതപഠനം സുഗമമാക്കാൻ, അതുപോലെ അറബി ലിപിയിൽ മലയാളം എഴുതുന്ന സമ്പ്രദായം. അതായത് മതപഠനം സുഗമമാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? മുസ്ലിങ്ങൾ അറബി മലയാളം ലിപി നടപ്പാക്കിയത് കേട്ടോ. പിന്നെ 4ാമത്തെ ചോദ്യം, ഏത് ഉമവി ഖലീഫയുടെ കാലത്താണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം രാഷ്ട്രം സമ്പന്നമായത്? ഇത് നമ്മൾ ഇതിലും അതുപോലെ കഴിഞ്ഞ നമ്മളെ ഫിഖ്ഹിൻ്റെ ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ഉത്തരവാണത്. ആരായിരുന്നു? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം എല്ലാവരും സമ്പന്നരായത് അല്ലേ. നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഫിഖ്ഹിലെ സക്കാത്തിൻ്റെ പാഠത്തിൽ കൂടി പഠിക്കുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലത്തിലെ അവിടെ ഒരു കത്തെഴുതിയ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഉമവി ഭരണ നേട്ടങ്ങൾ പറയുന്നിടത്താണ് ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭരണ നേട്ടങ്ങൾ 10ഉം 15ഉം കാര്യങ്ങളൊക്കെ പല ഉമവി ഭരണ നേട്ടങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ അബ്ബാസി ഭരണ നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭരണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയൊക്കെ ഒരുപാട് സംഭവം എണ്ണി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളോട് ആ 15 കാര്യങ്ങൾ എഴുതുക എന്നുള്ള ചോദ്യം ചിലപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അതിലുള്ള ഓരോ പോയിന്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ അതിൽപ്പെട്ടൊരു പോയിൻ്റാണ്. ഉമവി ഭരണകാലത്തുണ്ടായ ഭരണ നേട്ടത്തിൽപ്പെട്ടൊരു സംഭവമാണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം എല്ലാവരും സമ്പന്നരായി എന്നുള്ളത്. അത് ആരുടെ കാലത്തായിരുന്നു ചോദിച്ചാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് എന്നത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നിടത്തുള്ള പോയിന്റുകൾ നമ്മൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഉമവി മസ്ജിദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നല്ലേ? ഡമസ്കസിലാണെന്ന് പറഞ്ഞു. അതും ഉമവി ഭരണകാലത്ത് നേട്ടങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പം ആ ഒരു സംഭവം അത് ഒരുപാട് എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ ആ ഭാഗം നോർമൈൻഡ് ചെയ്യരുത്. അപ്പം നല്ല രൂപത്തിൽ തന്നെ പഠിച്ചു വെക്കട്ടോ. ഇനി ഇതിലെ 5ാമത്തെ ചോദ്യം വരുന്നത്, ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച 4 മഹാമന്ദിരങ്ങൾ ഏതാണ്? ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളാണ് ഇവിടുത്തെ ഒരുപാട് മന്ദിരങ്ങളിലെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കായിട്ടുള്ള മന്ദിരങ്ങളൊക്കെ സ്ഥാപിച്ചത് മുസ്ലിങ്ങളാണ്. അതിൽ 4 ഏതാണെന്ന് പറയുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് 4 ഏതാ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാടെണ്ണം പാഠത്തിൽ പറയുന്നുണ്ട്. കുത്തുബ് മിനാർ പറയുന്നുണ്ട്, താജ്മഹൽ പറയുന്നുണ്ട്, ഡൽഹി ജുമാ മസ്ജിദ് പറയുന്നുണ്ട്, ചെങ്കോട്ട പറയുന്നുണ്ട്, ഫത്തേപൂർ സിക്രി പറയുന്നുണ്ട്, ചാർമിനാർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതി പഠിച്ചാൽ മതി. പഠിച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ.
എല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമല്ല, ഇനിയിപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ 5 എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുന്ന സമയത്ത് മുഴുവൻ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ 4 പ്രമുഖരുടെ പേര് എഴുതാനാണ്. ഇവിടെ 4 ചോദിച്ചത്, അതിലേറെ ഉണ്ട്, നമുക്ക് 4 ആളുകൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് മഹാത്മാഗാന്ധി, സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് ചോദിച്ചത്, അതുപോലെ ജവഹർലാൽ നെഹ്റു, പിന്നെ അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന, മുഹമ്മദ് അലി, അബ്ദുൽ കലാം ആസാദ്. ഇങ്ങനെ ആൾക്കാർ കുറേ ഉണ്ട്. നമുക്ക് 4 ആളുകളുടെ പേര് എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളെ പാഠത്തിൽ പറഞ്ഞ ആളുകൾ ഇത്രയും ആളുകളാണ്, അവരുടെ പേര് നമ്മൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യമുള്ളത് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ കാരണം എന്താണെന്ന്. ഖുലഫാഉർ റാഷിദുകളുടെ ഭരണത്തിന് ശേഷം ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഹസൻ റളിയല്ലാഹുവിനെയായിരുന്നു അല്ലേ. അങ്ങനെ ഹസൻ റളിയല്ലാഹുവിനെ തിരഞ്ഞെടുത്ത് ഹസൻ റളിയല്ലാഹു ഭരണത്തിൽ വന്നാൽ ചില അനൈക്യം ഉണ്ടാവും എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു, ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്തു, ഭരണം വിട്ടുകൊടുത്തു അല്ലേ. അതുകൊണ്ട് തന്നെ ആ വർഷത്തിന് ആമുൽ ജമാ എന്ന് പറയുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അത് ഹിജ്റ എത്രയായിരുന്നു, ഹിജ്റ 41 ഈ വർഷമൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കാണ്ടോ. അപ്പോൾ എന്തിനാണ് ഒഴിഞ്ഞു കൊടുത്തത്, അനൈക്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അനൈക്യം, അത് നമ്മൾ പഠിച്ച സമയത്ത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തും അലി റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ ഒരു സംഭവം, ഒരു ചെറിയ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ അധികാരം വിട്ടുകൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം ഉള്ളത് കുറിപ്പ് എഴുതാനാണ്. 5 വരിയിൽ കുറയരുത്. അപ്പോൾ ഇവിടെ 5 വരി കൊടുത്തിട്ടുണ്ട് അല്ലേ. 1 2 3 4 5. ഈ 5 വരിയിൽ നിറയെ നമ്മൾ എഴുതണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇതിന് 5 മാർക്ക് കിട്ടുക. ഒരാളിങ്ങനെ എഴുതി അയാളതിങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോഴത്തിന് തീർന്നാൽ അതിനനുസരിച്ചുള്ള മാർക്കേ ഉണ്ടാവുള്ളൂ. അതേപോലെ 3 മാർക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഏരിയയിൽ തന്നെ നല്ല പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ 3 മാർക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ആവും പോവും. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് വളരെ മാർക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എഴുതണം. അപ്പോൾ 5 വരിയിൽ എഴുതിയാൽ 5 വരി തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ അബ്ബാസി ഭരണകാലത്ത് നടന്ന നേട്ടങ്ങളെക്കുറിച്ചാണ്, അബ്ബാസി ഭരണകാലത്തെ വൈജ്ഞാനിക വിപ്ലവങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അബ്ബാസി ഭരണത്തിനെ കുറിച്ച് പറയുന്ന 10ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് 5 മാർക്കിന് അവിടെ എഴുതാൻ കഴിയും. അബ്ബാസി ഖലീഫന്മാരുടെ കാലം ഇസ്ലാമിൻ്റെ സുവർണകാലമായിരുന്നു. മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി എന്നീ മദ്ഹബുകളൊക്കെ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി ഭരണകാലത്താണ്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടതെല്ലാം ആ കാലത്താണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യം എഴുതുമ്പോഴത്തേന് തന്നെ നമ്മൾ 5 വരിയാവും. അതുകൊണ്ട് ഈ ഒരു രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, അബ്ബാസി ഭരണകാലത്തെ നേട്ടങ്ങൾ, അതുപോലെ ഉമവി ഭരണകാലത്തെ നേട്ടങ്ങൾ, ഇന്ത്യയിൽ മുസ്ലിം ഭരണകാലത്തെ നേട്ടങ്ങൾ, ഉസ്മാനി ഭരണകാലത്തെ നേട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുക, മനസ്സിലാക്കി ഒരു 5 വരിയിലൊക്കെ എഴുതാൻ കണ്ട് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് നേരിടാൻ കഴിയുക. ഇനി അതിൽ 2ാമത്തെ ചോദ്യം വരുന്നത് ഇന്ത്യൻ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ്. അത് നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട്, 10 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട 5 എഴുതുക, അല്ലെങ്കിൽ 5 വിശദീകരിച്ച് എഴുതുക, അല്ലെങ്കിൽ 10 കാര്യങ്ങൾ എഴുതുക കേട്ടോ. 10 കാര്യങ്ങൾ അതുപോലെ എഴുതുക, അല്ലെങ്കിൽ 5 കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതുക. 2 രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ 1ാമത്തേത് സാർവത്രിക വിദ്യാഭ്യാസമാണ്. പിന്നെ 2ാമത്തേത് പുറം ലോകമായുള്ള ബന്ധം, 3 വ്യാവസായിക പുരോഗതി, 4 സാമ്പത്തിക വളർച്ച, നിർമ്മാണ മേഖലയിലെ വളർച്ച, അറബി ഭാഷാ പുരോഗതി, ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി, മാനവിക സമത്വം, പിന്നെ സാംസ്കാരിക വളർച്ച, രാഷ്ട്ര പുരോഗതി. ഇതിൽ ഏതെങ്കിലും ഒരു 5 നമ്മൾ നിർബന്ധമായിട്ടും കാണുന്നത് പഠിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ വിശദീകരണവും പഠിച്ചാൽ നമുക്ക് ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്കതിന് പരിഹാരമാവും. അപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പാഠം നല്ലപോലെ എല്ലാ പാഠങ്ങളും നല്ല രൂപത്തിൽ റിവിഷൻ നടത്തുക. ഈ റിവിഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വലിയ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ പ്രത്യേകം എഴുതി വെക്കുക. എന്നിട്ട് ആ ഭാഗത്ത് നമ്മളൊരു 5 വരി നമ്മൾ ഇടയ്ക്കങ്ങ് എഴുതി നോക്കുക. ആ രൂപത്തിൽ നമ്മൾ പരിശീലിച്ചാൽ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് മറികടക്കാൻ കഴിയും. നമുക്ക് താരീഖിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. ആ രൂപത്തിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് തയ്യാറായിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഇല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞു എന്ന് നമുക്ക് സങ്കടപ്പെടേണ്ടി വരും. അപ്പോൾ ആ സങ്കടമൊന്നും ഇല്ലാതിരിക്കാൻ നേരത്തെ റെഡി ആയി പോകട്ടെ. നമുക്ക് ഒരുപാട് സമയം ഇനിയുണ്ട്. സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മളെ
പഠനത്തിൻ്റെ ലിങ്കുകളും പ്രാക്ടീസിൻ്റെ ലിങ്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാ അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക. ഇൻഷാ അല്ലാ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവുന്നതിന് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും ഇൻഷാ അല്ലാ.